2024 പത്മ പുരസ്കാരങ്ങൾ ആർക്കൊക്കെ? പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. ആദ്യം പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കാം. മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു, നർത്തകിയും നടിയുമായ വൈജയന്തിമാല ബാലി, നർത്തകി പത്മ സുബ്രഹ്മണ്യം, തെലുഗു നടൻ ചിരഞ്ജീവി, അന്തരിച്ച സാമൂഹിക പ്രവർത്തകൻ ബിന്ദേശ്വർ പാഠക് എന്നിവർക്കാണ് പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ചത്. സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് മരണാനന്തര ബഹുമതിയായാണ് പത്മഭൂഷൺ ലഭിച്ചത്. പത്മഭൂഷൺ ലഭിച്ച മറ്റ് വ്യക്തികളാണ് മുൻ കേന്ദ്രമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ ഒ രാജഗോപാൽ, ഗായിക ഉഷ ഉദുപ്, നടൻ വിജയകാന്ത്, ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി, മഹാരാഷ്ട്രയിലെ മാധ്യമപ്രവർത്തകരായ ഹോർമുസ് ജി എൻ ഖാമ, കുന്ദൻ വ്യാസ്, തായ്വാൻ കമ്പനി ഫോക്സോൺ CEO യങ് ലിയു, മറാത്തി സംവിധായകൻ ദത്തത്രയ് അംബാദാസ് മായലു, ലഡാക്കിൽ നിന്നുള്ള ആത്മീയാചാര്യൻ ടുഗദൻ ഡ്രംബോച്ചെ അടക്കം 17 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചത്. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ്, കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ, തെയ്യം കലാകാരൻ EP നാരായണൻ, കാസർകോട്ടെ നെൽകർഷകൻ സത്യനാരായണ ബലേരി, എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്, ആധ്യാത്മികാചാര്യൻ മുനി നാരായണ പ്രസാദ് എന്നീ മലയാളികളാണ് പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായത്. പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാടിന് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം ലഭിച്ചത്. കായിക താരങ്ങളായ രോഹൻ ബൊപ്പണ്ണ, ജോഷ്ന ചിന്നപ്പ, തമിഴ് സാഹിത്യകാരൻ ജോ ഡിക്രൂസ്, ഇന്ത്യയിലെ ആദ്യ വനിതാ പാപ്പാൻ അസമിലെ പാർവതി ബറുവ എന്നിവർക്കും പത്മശ്രീ ലഭിച്ചു. രോഹൻ ബൊപ്പണ്ണ ടെന്നീസും ജോഷ്ന ചിന്നപ്പ സ്ക്വാഷുമാണ്. ഗോത്ര പരിസ്ഥിതി പ്രവർത്തകയും സ്ത്രീ ശാക്തീകരണ പ്രവർത്തകയുമായ ചാമി മുർമു, സാമൂഹിക പ്രവർത്തകൻ ഗുർവീൻ സിംഗ്, ഗോത്ര പരിസ്ഥിതി പ്രവർത്തകൻ ദുഖു മാജി, ജൈവ കർഷക കെ ചെല്ലമ്മാൾ, സാമൂഹിക പ്രവർത്തകൻ സംഘാദിൻ കിമ, പാരമ്പര്യ ചികിത്സകൻ ഹേംചന്ദ് മാംജി, പച്ചമരുന്ന് വിദഗ്ധ യാനുങ് ജമോഹ് ലെഗോ, ഗോത്ര ഉന്നമന പ്രവർത്തകൻ സോമണ്ണ, ഗോത്ര കർഷകൻ സർബേശ്വർ ബസുമതാരി, പ്ലാസ്റ്റിക് സർജറി വിദഗ്ധ പ്രേമ ധൻരാജ്, മല്ലഖമ്പ് കോച്ച് ഉദയ് വിശ്വനാഥ് ദേശ്പാണ്ഡെ, നേപ്പാൾ ചന്ദ്ര സൂത്രധാർ ബാബു രാം യാദവ് തുടങ്ങിയവർക്കും പത്മശ്രീ ലഭിച്ചവരിൽ ഉൾപ്പെടുന്നു.